മറഞ്ഞു നിൽക്കുന്ന മരണം പല കാലങ്ങളിൽ പല രൂപങ്ങളിലെത്തി. നനുത്ത നാവുകൾ കൊണ്ട് മനുഷ്യജീവനുകളെ നക്കിയെടുത്തു. 2019 അവൻ കൊറോണ വൈറസായി വന്നു. ദശലക്ഷക്കണക്കിന് ജീവനുകളെ തുടച്ചു മാറ്റി. കരുതിവെച്ച കിനാവുകൾ, കൂട്ടിവെച്ച കണക്കുകൾ, കൊതിച്ചുപോയ കാഴ്ചകൾ, നിങ്ങളുടെ ചിറകറ്റുപോയ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പിൽ നിറകണ്ണുകളോട് സഹോദരങ്ങളെ ആദരാഞ്ജലി. കേരളം സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി ലോക്ക്ഡൌൺ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഈ മാസം 31 വരെയാണ് സംസ്ഥാനം അടച്ചിടുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും, കർശന പരിശോധനയോടെ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും, റെസ്റ്റോറന്റുകൾ അടച്ചിടും. എന്നാൽ കുടിവെള്ളം അടക്കമുള്ള അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരെയും കാണുന്നില്ലല്ലോ. മാമിന് താത്ത അവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ മുന്നിലെ ജനലിൽ രണ്ടും തുറന്നിട്ട് എപ്പോഴും ഇങ്ങോട്ട് നോക്കിയിരിക്കുക. താത്ത ഈ വീട്ടിലെടുക്കും. ഹലോ 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 ലൈല താത്ത, അസ്സലാമു അലൈക്കും. അതെ, നസീമയാണ് താത്ത. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പുറത്തിറങ്ങി വരാം. ഉമ്മ എന്തേ ഇന്ന് പുറത്തേക്ക് കാണില്ല? ഉമ്മാക്ക് പനിയും ജലദോഷവും തൊണ്ടവേനയായി ആംബുലൻസ് വന്ന് ആശുപത്രി കൊണ്ടുപോയി. പനിയോ? അതിനെന്തിനാ ആംബുലൻസ്? ഇപ്പോഴത്തെ ഈ പനിക്ക് വിളിച്ചു പറഞ്ഞാ മതി, ആശുപത്രിക്കാരൻ ആംബുലൻസുമായി വന്ന് കൊണ്ടുപോകും. ഇതെന്താ അപ്പൊ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കണത്? അതൊക്കെ ഉണ്ട് നസീമ. ഇന്നലെ കോഴിക്കോട്ടൊന്ന് വാങ്ങിയതാ. സാരി നല്ല രസമുണ്ട്. സാരി നല്ലതല്ലേ നസീമ? നല്ല ചുരുക്കുണ്ട്. ഹസ്ബൻഡ് മോന് ഗൾഫിന്ന് പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിൽ പോകണം കൂട്ടാൻ. കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര കാലമെത്തി വരാന്നറിയോ? ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. ഒരു ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരാലോ എന്ന് കരുതി. ഒരു കോള് വരുന്നുണ്ട് നസീമോളെ, പിന്നെ കാണാവേ. ഹലോ ഹലോ, ഇന്ന് എയർപോർട്ടിൽ പോകാൻ പറ്റില്ല. പടച്ചോനെ, എന്താ പറ്റിയത്? സർക്കാർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുക. വണ്ടികൾ ഓട്ടം നിർത്തും. ലോക്ക്ഡൌണോ? എന്ത് ലോക്ക്ഡൌൺ? അപ്പൊ മാഡം ഒന്നും അറിയണില്ല.
നാട്ടിൽ കൊറോണ വൈറസ് മനുഷ്യരിൽ രോഗം പരത്തി തുടങ്ങി. ആരും പുറത്തിറങ്ങരുതെന്നും ആരുമായും സമ്പർക്കം പാടില്ലെന്നും പത്രത്തിലുണ്ട്. കൊറോണയോ വൈറസോ അതെന്താണ്? വീട്ടിൽ പത്രം ഇടുന്നില്ല. ഉണ്ട് ഷാനു, പക്ഷേ വായിക്കാറില്ല. എന്നാലും ഞായുടെ പത്രം എടുത്ത് വിശുദ്ധമായിട്ടൊന്ന് വായിക്കും. എല്ലാം മുടങ്ങി. കൊറോണയോ വൈറസോ എന്ത് ചെലുത്താനാണാവോ? ലക്ഷത്തിനരികെ കോവിഡ് രോഗികൾ, മരണം 2,20,000. ഇതെന്താ പടച്ചോനെ, കോവിഡ് തന്നെയാണോ ഈ കൊറോണ? അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 40,000 കടന്നു. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ മർദ്ദിക്കുന്നു. ഗൾഫ് നാടുകളിലും കൊറോണ പടരുന്നുണ്ട് പടച്ചോനെ. നിരീക്ഷണത്തിലുള്ള 1,22,000 പേർ വീടുകളിലും 251 പേർ ആശുപത്രികളിലുമാണ്. 21 ദിവസത്തേക്ക് വീടു വിട്ട് ആരും പുറത്തിറങ്ങരുതെന്ന് മുഖ്യമന്ത്രി. പടച്ചോനെ കാത്തോളൂ. അമ്മച്ചിനെ വിളിക്കണ്ടേ? ബാങ്ക് കൊടുക്കുന്നുണ്ട് മോനെ, നിസ്കാരം കഴിഞ്ഞിട്ടാവാം. ഹലോ 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 ലൈല, അതെ നസർത്ത, ഞാനാ. നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എനിക്ക് വരാൻ പറ്റില്ല. ഇവിടങ്ങളിൽ വണ്ടി ഓടണില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ശരി, എവിടെ? ഓനുണ്ട് കൂടെ, നീ വരണ്ട. അത് പറയാനാ വിളിച്ചത്. ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി. എനിക്ക് ചെറിയൊരു പനിയും തൊണ്ടവേദനയുണ്ട്. ഷഹീനും ഉണ്ട് ചെറിയൊരു അസുഖം. ഞങ്ങളെ ടെസ്റ്റിനായിട്ട് കൊണ്ടുപോവാ. നീ പേടിക്കണ്ട, ഞങ്ങൾ വന്നോളാം. അതുവരെ നീ വീട്ടിൽ തന്നെ ഇരിക്ക്, പുറത്തിറങ്ങണ്ട. വേറെ ആരുമായും സമ്പർക്കം വേണ്ട. ഇക്ക എന്താ ഈ പറയണേ? എല്ലാം പത്രത്തിൽ കണ്ട് ഞാൻ. നിങ്ങൾക്ക് എന്താ ഉണ്ടായേ? ഇവിടെ മോനെ ഒന്ന് കാണിക്കും. ഹലോ, ഞാനാ ഷെയ്ന. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോനെ ശരിയാണ്. ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നെ കാണാൻ വല്ലാണ്ട് കൊതിയുണ്ട് ഉമ്മച്ചിക്ക്. അവനക്ക് പനിയുണ്ടോ? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാലെല്ലാം ടെസ്റ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ വേഗം വരാൻ നോക്കാം. ഉമ്മച്ചിക്ക് ഒരു അന്തം ഇല്ലേ മോനെ? അമ്മച്ചി ബേജാറാവല്ലേ, സമാധാനിക്ക്. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ വേഗം വരാം. ഇപ്പം ഞാൻ ഞങ്ങളെ വിളിക്കാം.
ജന്തുക്കളിൽ നിന്ന് പകരുന്നതായി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മനുഷ്യരിൽ നിന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മൾ രോഗികളുമായിട്ട് ഇടപഴകുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. നമ്മുടെ പരിധിക്ക് വരുന്നതായ കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കാവൂ. സോ വൈൻഡപ്പ് ചെയ്യാം. എന്താ പറ്റിയ ഇവിടെ? നസീമ, നസീമോളെ, നമ്മുടെ ഉമ്മച്ചി കോവിഡ്-19 വൈറസ് ബാധിച്ചതാണ്. മയ്യത്തോലും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വന്ന നിങ്ങൾക്കും കൊറോണ വൈറസ് പകരും, നമുക്കും പകർന്നിട്ടുണ്ടാവും. ആമിനകത്ത് പോയല്ലോ മോളെ, എന്ത് മഹാമാരിയാണാവോ. ഹലോ, ഞാൻ ഷെയ്നാണ്. എന്താ മോനെ? പൊന്നു, പിന്നെ വാപ്പച്ചി വെന്റിലേറ്ററിലാ. ഉമ്മച്ചി 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 ടെൻഷൻ ആവല്ലേ? ചേ വൈറസ് എന്നെ ചെകുത്താൻ. കൊറോണ, കോവിഡ് എന്ന വൈറസ് ചെകുത്താൻ. എന്നെ ഒരു ലോകത്തിലും തടയാൻ കഴിയില്ല. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ മാത്രമേ എനിക്ക് ഭയമുള്ളൂ. വിശ്വാസം എന്റെ ഉച്ഛ്വാസമാണ്. ഇവർ രണ്ടിലും ഞാനുണ്ട്. എല്ലാ മനുഷ്യകുലത്തെയും ഞാൻ നശിപ്പിക്കും. മനുഷ്യർ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഞാൻ അവധി കൊടുക്കില്ല. ഈ ഭൂലോകത്തിൽ ഞാനാണ് ശക്തി. വേണ്ട, നിന്റെ പകർച്ചകൾ അവസാനിപ്പിക്കാനായി. ഇല്ല, ഞാൻ ഈ മനുഷ്യകുലത്തെ നശിപ്പിക്കും. നിങ്ങൾ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്. പക്ഷേ നിങ്ങൾ പാപികളാണ്. ഇത്രയും കാലം നിങ്ങൾ എന്നെ തുറുങ്കിലടച്ചിട്ട് നിങ്ങൾ എന്നെ ജൈവ വൈറസാക്കി, ജൈവ ബോംബ് കൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ. പക്ഷേ ഞാൻ പുറത്തു ചാടി. നിങ്ങളറിയാതെ നിങ്ങൾ തന്നെ എന്നെ പുറത്തു ചാടിച്ചു.
പോവൂ എന്റെ മുന്നിൽ നിന്ന്. ഇപ്പോൾ ഞാൻ നിന്റെ കളിപ്പാവ് മാത്രം. ഞാൻ എൻ്റെ മക്കൾക്കായി എല്ലാം നൽകി, പക്ഷേ അവർ നിഗളിച്ചു. നിന്റെ വളർച്ചയ്ക്ക് കാരണമായത് എൻ്റെ മക്കളാണ്. എൻ്റെ ശരീരം അവർ പരീക്ഷണ വസ്തുവാക്കി. മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിച്ചു. എല്ലാം ഞാൻ സഹിച്ച് നിന്നുകൊടുത്തു. അവരെന്നെ കീറിമുറിക്കാൻ തുടങ്ങി. എൻ്റെ ശക്തി ക്ഷയിച്ചപ്പോൾ നീ വളർന്നു എന്ന് മാത്രം. അവരറിയാതെ നീ വളർന്നു പന്തലിച്ചു. പക്ഷേ എൻ്റെ മക്കൾ ഇന്ന് കുറ്റബോധത്തിലാണ്. അവർ നിനക്കെതിരെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാ, ഈ കരങ്ങൾ കണ്ടോ നീ? സൃഷ്ടിച്ചവന് സംഹാരവുമാവാം. നിങ്ങൾ ആരാ? അദൃശ്യൻ, ഈ ഭൂമിയുടെ അധിപൻ. നിങ്ങൾ എന്തിനാ വന്നത്? നിന്നെ കാണാൻ, നിന്റെ രക്ഷകനായി. നീ കുറച്ചു മുമ്പ് അട്ടഹസിക്കുന്നത് ഞാൻ കേട്ടു. ലോകത്തെ നശിപ്പിക്കാനുള്ള ജൽപ്പനങ്ങൾ. ഞാനോ? ഇല്ല 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 ഇല്ല, ഇപ്പോൾ നീ സ്വബോധത്തിലാണ്. നിനക്കത് ഓർമ്മിക്കാൻ കഴിയില്ല. നിന്റെ മനസ്സിന്റെ താളം തെറ്റിയിരിക്കുന്നു. നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ്. ശരിയാണ്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്നെയും എന്റെ കുടുംബത്തെയും ഈ ദണ്ഡത്തിൽ നിന്ന് രക്ഷിക്കുക. സ്വാർത്ഥത ഇല്ലാതാകട്ടെ. അപ്പോൾ നരകവും ഇല്ലാതാകും. എല്ലാവർക്കും അവരുടെ കുടുംബമാണ് വലുത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അതൊക്കെ നാശത്തിന്റെ കാരണമാകും. സാരമില്ല, എല്ലാ മക്കൾക്കും കരുതലായി ഞാനുണ്ടാകും. എനിക്ക് പോകാൻ സമയമായി. നിങ്ങൾ എവിടാണ്? നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ. എവിടെയാ നിങ്ങൾ? ഹലോ, കണ്ണീരും വീണു നനഞ്ഞ ഭൂമിയിൽ വ്യതയോടെ ചേർന്നിടാം നമ്മളൊന്നാ. കാലം കുഴിച്ച കുഴിയിൽ വീണുപോയി നമ്മൾ. ഭയമല്ല കരുതലായി അതിജീവനത്തിൻ കരുത്തുമായി നമ്മൾ. ധീരരായി ജാഗ്രത പൂർണ്ണരായി വേരോടറുക്കുമീ മാരിയേ നാം. മരണച്ചിറകുമായി പാഞ്ഞെത്തിടും മാരിയെ തച്ചു തകർത്തിടണം. ഒരുമിച്ചൊരൊറ്റ മനസ്സുമായി ഒരു ദണമിച്ചെകുത്താനു നേരെ. വീറുറ്റവർ വീരയോദ്ധാക്കൾ നാം അരിയുമീ മാരിത വേരാശേഷം. ഇടതടവില്ലാത്ത യുദ്ധരംഗം ഇടറാതെ പതറാതെ മുന്നേറിടാം. ഇതു നമ്മൾ നെഞ്ചിലേറ്റുന്ന സത്യം. ഇതു നിലനിൽപ്പിന്റെ സാക്ഷിപത്രം. തോറ്റുപോവില്ല, പിന്മാറില്ല നാം. ഊറ്റമാർന്നീ നാട്ടു മക്കൾ നമ്മൾ. ആയുരാരോഗ്യ സംരക്ഷ നൽകാൻ ആതുരശാലകൾ കൂട്ടിനുണ്ട്. ആത്മവിശ്വാസക്കരുത്തുമായി ആതുര സേവകർ പൊരുതിടുമ്പോ
ആശ്വാസ സ്വാന്തനക്കരുതലോടെ ആരോഗ്യമേഖലയ്ക്കൊപ്പമെത്താം. കോവിഡ് മാറി തകർത്തിടുവാൻ കോവിതരല്ലോ നാം സോദരങ്ങൾ. ഈ ചെകുത്താനെ കുഴിച്ചു മൂടാം, പെറ്റമ്മയോടൊത്തു മുന്നേറിടാം. നന്മയാണമ്മയാണെൻ്റെ ഭൂമി, അമ്മയെ കാത്തിടും മക്കൾ നമ്മൾ. ഒരിക്കൽ കൂടി ഞാൻ വരുന്നു ചില ഓർമ്മപ്പെടുത്തലുകളുമായി. എല്ലാവരും കണ്ണുകൾ തുറന്ന് ലോകം കാണുക. കേൾക്കാൻ കൂട്ടാക്കാത്ത ഓരോ മുന്നറിയിപ്പും പിന്നീട് നികത്താനാവാത്ത ഖേദമായി മാറുമെന്ന് ഓർക്കുക. എത്ര തിരിച്ചടി കിട്ടിയാലും നിങ്ങൾ പഠിക്കുമെന്ന് ചോദിക്കുന്നില്ല. കാരണം പാഠങ്ങൾ പഠിക്കുവാൻ സമയം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് നിങ്ങൾ. ജീവിച്ചിരിക്കലാണ് ഇപ്പോൾ പ്രധാനം. എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഭൂമി എത്ര ആർത്തിയോടെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർക്കുക. മനുഷ്യത്വത്തിലേക്ക് തിരിച്ചെത്താൻ സമയമായിരിക്കും.